ലേക്ക് റോട്ടോവിറ്റിയിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലേക്ക് റോട്ടോവിറ്റിക്ക് വരുന്ന കുറച്ച് വ്യൂസൊക്കെ കാണിച്ചിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിന്ന് ലേക്ക് റോട്ടോവിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. നമുക്ക് ഈ കാണാവുന്നത് പോലെ ഇതിപ്പോൾ നല്ല സമ്മർ ടൈമിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ മൗണ്ടൻ്റെ മുകളിൽ കുറച്ച് മണൽ പോലെയൊക്കെ കാണാവുന്ന ഭാഗമുണ്ട്. അവിടെ വിൻ്റർ ആകുമ്പോൾ ഫുൾ സ്നോ ആയിട്ട് കവറാവും. അപ്പോൾ അതുകൊണ്ട് ഈ സ്നോ വരുന്നത് കൊണ്ടാണ് അവിടെ വേറെ സാധനങ്ങളൊന്നും വേറെ ഒരു ചെടികളും ഒന്നും ഇവിടെ വളരാത്തത്. അതുകൊണ്ടാണ് ചെറിയ താറാവുകളൊക്കെ തടാകത്തിൽ നിന്നും കുളിയൊക്കെ കഴിഞ്ഞ് കയറി പോകുന്നത് കാണാൻ പറ്റും. ഈ ലേക്ക് ഇങ്ങനെ തന്നെയാണെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇത് ഏകദേശം ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 85 മീറ്റർ വരെ താഴ്ചയുള്ള ഒരു ലേക്കാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് ഈൽസൊക്കെ ഉണ്ട്, ട്രൗട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒത്തിരി മീനുകളൊന്നുമില്ല കേട്ടോ. ട്രൗട്ടിനൊക്കെ ഇവിടെ യൂറോപ്യൻസൊക്കെ വന്നത് 1840-കളിൽ യൂറോപ്യൻസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത മത്സ്യങ്ങളാണ് ഈ ട്രൗട്ടൊക്കെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ബോട്ട് റാമ്പാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്നും ബോട്ടുകളൊക്കെ വണ്ടിയിൽ ട്രെയിലറിൽ കൊണ്ടുവരുന്നവർക്ക് ബോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാമ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു ബോട്ടിൽ പോയവർ ഇവിടെ വന്ന് ബോട്ടിൽ കയറ്റുന്ന ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ആൾക്കാരുകൾ കൂടുതലും ഭയങ്കരമായിട്ടും സ്പോർട്സ് പ്രേമികളാണ്. പല രീതിയിലുള്ള സ്പോർട്സ് എപ്പോഴും അവർ സ്പോർട്സിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ആക്ച്വലി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഈൽസിനെ കാണാനായിട്ട് പറ്റും. ഇവിടെ ആക്ച്വലി 100 years ഓൾഡിന് മേലെയുള്ള ഫീമെയിൽ ഈൽസ് കുറേ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈൽസ് മാത്രമല്ല കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഫിഷൊക്കെ ഉണ്ട്. ഈ ഈൽസിനെ ചിലർ ഒന്ന് പ്രൊവോക്ക് ചെയ്യും, എന്നാൽ മാത്രമാണ് ഈൽസ് കടിക്കത്തുള്ളൂ. കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ വെക്കണം ആക്ച്വലി. പക്ഷേ എന്താ പറയുക, അല്ലെങ്കിൽ ഈൽസ് നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ അടുത്തുകൂടെ പോയാലൊന്നും പ്രകോപിച്ചാൽ മാത്രമാണ് അത് നമ്മൾ ഉപദ്രവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ലേക്കിൽ മീനിനെ കാണുമ്പോൾ പലർക്കും മീൻ പിടിക്കാൻ എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെയുള്ള ശുദ്ധജലത്തിൽ മീൻ പിടിക്കുക നമുക്ക് പെർമിറ്റൊക്കെ എടുത്തിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈൻ കിട്ടും. കടലിൽ പോയി നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ശുദ്ധജലത്തിലുള്ള മീനുകളായതുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല. നമ്മളേതായാലും ലേക്കിൻ്റെ സൈഡിൽ നമ്മൾ നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള പരിപാടിയിൽ ഞങ്ങളിവിടെ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള പരിപാടിയാണ്. നമ്മളേതായാലും ഇപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് ടാപ്പിൽ വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അത് ടാപ്പിലുള്ള വെള്ളം കൂടുതലും നമ്മൾ പാത്രം കഴുകാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാനും കുക്കിങ്ങിനും ഞങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നു. കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിൻഡോയൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവും വണ്ടിയിൽ. ഫുള്ളി തുറക്കാവുന്ന രീതിയിലാട്ടോ ഈ വണ്ടിയുടെ വിൻഡോകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്.
ഈ ഏരിയയിൽ മെയിനായിട്ട് ബോട്ടിങ്, അതുപോലെ തന്നെ ഫിഷിങ്, സ്വിമ്മിങ്, കയാക്കിങ് അങ്ങനത്തെ പോപ്പുലർ ആക്ടിവിറ്റീസാണ് ഈ ഏരിയയിൽ മെയിനായിട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ബോട്ടിങ് ചെയ്യും, അതുപോലെ തന്നെ ഫിഷിങ് ചെയ്യും. പക്ഷേ ഫിഷിങ്ങിന് പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് വേണം. പക്ഷേ അത് എന്താ പറയുക, സ്വിമ്മിങ് ചെയ്യാനവർക്ക് വന്ന് ചെയ്യാം. അങ്ങനെ മെയിൻലി എന്താ പറയുക, കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്, പിന്നെ വാക്കിംഗ് ചെയ്യാനുള്ള വാക്കിംഗ് ട്രാക്സ് ഉണ്ട്, ഹൈക്കിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറേ ബാക്ക് പാക്കേഴ്സൊക്കെ ഇവിടെ വരും. കുറേ വാക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഏകദേശം നമ്മുടെ ഫുഡ് കഴിക്കാൻ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ അതൊക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നു. ഇനി ഏതായാലും ഒത്തിരി സമയം നമുക്ക് വേസ്റ്റാക്കാനില്ല. അതിപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വിൻഡോയിലൊക്കെ പതുക്കെ ചെറുതായിട്ട് മഴയും പെയ്യാൻ തുടങ്ങിയായിരുന്നു. നമ്മളേതായാലും മഴ പതുക്കെ മാറിയതുകൊണ്ട് തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മഴയുള്ള സമയം കറക്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. മഴ മാറി വീണ്ടും നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്കവിടെ ഒരു ബോട്ട് പതുക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും പതുക്കെ നമ്മളത് എങ്ങനെയാണ് ബോട്ട് പതുക്കെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് വീഡിയോ എടുത്തത്. നമുക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വാക്കിങ്ങിന് പോയിട്ട്, അതായത് കാടിനകത്തേക്കൂടെയാണ് വാക്ക് വേ ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ വാക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ടായിരുന്നു ഈ സമയത്ത്. ഏകദേശം ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് മിക്കവാറും വാക്കിങ്ങൊക്കെ കഴിയുന്ന ഒരു സമയമാണിത്. നമുക്ക് അവിടെ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ട്രെയിലറുണ്ട്. അതായത് ഈ ബോട്ടിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ട്രെയിലറാണ്. അപ്പോൾ ആ ട്രെയിലറിനകത്തേക്ക് ഈ ബോട്ട് കയറ്റിയിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ട്രെയിലർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ട് റാമ്പ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ആ പലകയിലൊരു ആ സൈൻ ബോർഡിൽ ആരോ ഒരു കണ്ണട ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ആരും, ഞാനിവരോടൊക്കെ ചോദിച്ചു, പക്ഷേ ഇവരുടെ ആരുടെയും കണ്ണട അല്ല അത്. അവരുടെ അല്ലാത്തതുകൊണ്ട് ആരും അത് എടുക്കാതെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കാരണം ഇവരുടെ ബോട്ട് ട്രെയിലറിലേക്ക് കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവർ ഹാപ്പിയാണ്, കുഴപ്പമില്ല എന്നൊക്കെ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് ബോട്ട് നല്ല രീതിയിൽ കിടന്ന് ആടി ഒലയാനുണ്ട്. ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബോട്ടാണിത്. കാറ്റുള്ളപ്പോൾ നല്ല രീതിയിൽ ആടി ഒലയാനതുകൊണ്ട് ഒത്തിരി സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വണ്ടി റാമ്പിലൂടെ തന്നെ തിരിച്ച് നമ്മുടെ ലേക്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്.
ബോട്ടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു ഒരു വള്ളി പോലെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബോട്ട് നല്ല രീതിയിൽ കാറ്റത്ത് ആൾക്കാർ കയറുമ്പോൾ കുറച്ചും കൂടി ഹെവിയും സ്റ്റേബിളും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരില്ലെങ്കിൽ ആരും ഇല്ലാതെ വരുമ്പോൾ നല്ല രീതിയിൽ കാറ്റത്ത് ആടി ഉലയുന്ന ഒരു ബോട്ടാണ്. ഇതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് കറക്റ്റായിട്ടത് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ മടക്കി വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് അത്യാവശ്യം ക്ലിയറൻസും ഉണ്ട്. കറക്റ്റായിട്ട് അവർ ആ ഒരു വിഞ്ച് വെച്ചിട്ട് കറക്കി എടുക്കുമ്പോൾ ബോട്ട് കറക്റ്റായിട്ട് ട്രാക്കിലൂടെ കറങ്ങി അതിനകത്തേക്ക് കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് പറയണേ. പറയാണ്ടിരിക്കാൻ ആരും മടി കാണിക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.